എന്തൊരു വെയിലാ ഇത്. മനുഷ്യന്മാർക്ക് ഇവിടെ റോട്ടിൽ കൂടെ നടക്കാനും പറ്റത്തില്ല. ഇങ്ങനെ പോയാൽ എന്തൊരു ചെയ്യുമോ എന്തോ. ഇപ്പോൾ ഈ കളി വെയിലത്ത് നിന്ന് ഈ പാളത്തിലൊക്കെ ജോലി ചെയ്തൊരു അവസ്ഥ എന്തു വരിക. എൻ്റെ അമ്മ സഹിക്കാൻ പറ്റത്തില്ല. പോകുന്നത് നമ്മൾ റയ്യാനല്ലേ. ഇപ്പോൾ എന്ത് ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ കിടന്ന് കറങ്ങുന്ന ഇത് കൊള്ളാല. ഒരു പിടിക്ക് 2 പക്ഷി. ഇത് നമ്മളെ രാജുവിൻ്റെ വീടല്ലേ. എന്താണോ എന്തോ ഇവൻ ഇന്ന് കാണുന്നില്ല. അതെന്താണ് അതാരാ ഊട്ടൊക്കെ കണ്ടിട്ട്. രാജു ഇറങ്ങി വാടാ. പെട്ട് ഇനി ഇറങ്ങി ചെല്ലുന്നതാണ് നല്ലത്. ഇതാ റയ്യാൻ. എന്തുവാണ് ഇവിടെ കിടന്ന് കറങ്ങി നടക്കുന്ന ഈ പുഴി വെയിലത്ത്? അത് പറ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ എനിക്കിരുന്നൂടെ? ഞാൻ അതല്ല ചോദിച്ചത്. നീ എന്തൊക്കെയാ ഊട്ടൊക്കെ കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നേന്ന്? അതൊക്കെ നീ വീട്. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്? ഞാൻ എന്തോ ചെയ്യാനാണ്? ഈ സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണെന്ന് വിചാരിച്ചു. ഈ സ്കൂൾ പഠിച്ച് ബോറടിച്ച് ചത്തുപോയി. പിന്നെ എങ്ങനെ ഈ വെയിലത്ത് പോലെ ഇറങ്ങാതിരിക്കും? നീ എന്നെ പറ. നിനക്കിന്ന് വൈകിട്ട് വന്നുകൂടെ ഞങ്ങളിവിടെ കളിക്കാൻ? വൈകുന്നേരം വരുമെന്ന് എനിക്ക് ക്ഷമയില്ലായി. ഞാൻ ചുമ്മാ നാളെ ഇറങ്ങിയത്. ഭയങ്കര വെയിൽ. മനുഷ്യനിവിടെ ചൂടെടുത്ത് കഴിയുന്നു. ഇനി എന്തോ ചെയ്യും? എന്തോ ചെയ്യാൻ? നീ അകത്തോട്ട് കയറി നമുക്ക്. നീ വന്ന് നിന്ന് വിശ്രമിക്കുന്നു. ഞാൻ എന്താ വരുന്നു. എങ്കിൽ ബാ. റയ്യാൻ, ഇതാണ് എൻ്റെ മുറി. കള്ള ഇത്രയും വലിയ മുറി ചെയ്തിട്ട് നമ്മൾ ഇതുവരെ നീ കാണിച്ചു തന്നില്ല. അതൊക്കെ അന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാൻ നോക്കും. ഒരു വേടത്ത് നടന്നു പോകാനായിട്ട് റെസ്റ്റ്. അതും എനിക്ക് എൻ്റെ മുമ്പിൽ റെസ്റ്റും പീസായി പോകും. ഇപ്പോഴല്ലേ നിൻ്റെ ഒരു റെസ്റ്റ് എടുപ്പ്. പിന്നെ ഈ പൊരി വേഴത്ത് എന്തോ ചെയ്യാനോ? നീ എന്നെ പറ. അത് നട്ടുവച്ച കളിക്കാൻ പോയാലോ? നമുക്ക് എന്തു വേണം? കളിക്ക് സുഖമില്ലേ? പക്ഷെ എൻ്റെ പൊന്നോ, നട്ടുച്ചയ്ക്ക് കളിക്കാൻ പോകണമെന്ന്. എൻ്റെ മുടി വരെ കത്തിക്കഴിഞ്ഞു ഈ വെയിലെല്ലാം തലക്കടിച്ച. ഞാനൊന്നും വരത്തില്ല. വേണോ ഇനി ഒറ്റയ്ക്ക് പോയി കളി. എങ്കിൽ നീ വരണം. ഞാൻ പൊക്കോളാം. ശരി. എങ്കിൽ നീ ഇറങ്ങി പൊക്കോ. ഞാനിപ്പോൾ പോവേ. ഈ പോടാ. ഞാൻ പോവും ഇപ്പോൾ. എങ്കിൽ നീ പോ. എന്താണ് അവിടെ ഇരിക്കുന്നത്? കൊള്ളാ. നീ എൻ്റെ ഹൃദയം മൊത്തം തകർത്ത്. അമ്മ ഫ്രണ്ട്ഷിപ്പിനെ വരെ തകർത്ത്. നിൻ്റെ അടുത്ത് ഞാൻ ഇനി മിണ്ടത്തില്ലടാ രാഹുലേ. ശരി. ഇയാൾ പൊക്കോ. ഇവൻ തന്നെ കളിക്കാൻ വേണ്ടി പൊട്ടൻ. ശരി, എങ്കിൽ ഞാൻ പോയി. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. എനിക്ക് അറിഞ്ഞൂടെ. ഇവൻ വൈകുന്നേരമോ കഴിഞ്ഞില്ല. ഇവൻ പോയിട്ട് കുറേ സന്ധ്യ ആകാറായില്ല. ഇനി ഇവൻ ശരിക്കും വിളക്കിയ. ഇന്ന് അവൻ്റെ വീട്ടിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം. എന്നിട്ട് അറിയാമല്ലോ. ഇനി ശരിക്കും പിണങ്ങിയ ഒരു സംശയമുണ്ട്. ഇനി അവൻ പിണങ്ങിയപ്പോൾ എന്തോ ചെയ്യും? അവൻ ഇഷ്ടപ്പെട്ട സാധനം ഏതാണ്? അത് വാങ്ങിച്ചു കൊടുത്താൽ അവൻ സെറ്റാവും. ആദ്യം അവൻ്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഹലോ, ഇത് രാഹുലാ. മാമി, റയ്യാൻ വീട്ടിലില്ലേ? ഇത് റയ്യാൻ കളിക്കാൻ വന്നു. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അവൻ കളിക്കാൻ വന്നു പറഞ്ഞ് വീട്ടിൽ ഇറങ്ങി പോയാ? അയ്യോ, ഇനി എന്തു ചെയ്യും? ഞാൻ പിണങ്ങിയൊന്നുമില്ല. അവന് പിണങ്ങി പോയാ? അയ്യോ, ഞാനെന്നേ എപ്പോഴും കളിക്കുന്ന ഗ്രൗണ്ടിൽ ഒന്ന് പോയി നോക്കട്ടെ. മിക്കവാറും അവൻ അവിടെ വല്ലതും കാണും. ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വിളിച്ച് പറയാം. ചേട്ടാ, എന്നാലും ഇവനിത് എവിടെ പോയി? എൻ്റെ ഉമ്മാളെ വിളിച്ച് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്നാണ് തോന്നുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയല്ല. മിക്കവാറും ഗ്രൗണ്ടിൽ ഒന്ന് പോയി നോക്കാം. മിക്കവാറും അവിടെ ഗ്രൗണ്ടിലോട്ടൊന്ന് പോയി നോക്കാം. ചേട്ടാ, ഇവൻ ഇവിടെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് എവിടെ പോയി? ഗ്രൗണ്ട് മൊത്തം കാലി. ഒരു പട്ടിക്കുഞ്ഞു പോലും ഗ്രൗണ്ടിലില്ല. ഇനി ഞാനില്ല. ഇവനെ എവിടെ പോയി തിരക്കും? ഗ്രൗണ്ടിലും ഇല്ല, അവൻ്റെ വീട്ടിലും ഇല്ല. ഇനി എന്തോ ചെയ്യും?
ആ വേറൊരു സ്ഥലമുണ്ട്, ഫോക്ക് പാർക്ക് അവൻ എന്തായാലും കാണും. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ചേട്ടാ ഇവിടെയും അവനില്ല. പിന്നെ ഇത് എവിടെ പോയി ഇവൻ? ചേട്ടാ ഞാനെന്തോ ചെയ്യും? ഇനി എൻ്റെ വീട്ടിൽ തന്നെ കാണുമോ? ഇനി ഇവ പിണങ്ങിപ്പോവാതെ വല്ലതും ഒളിച്ചിരിക്കുവാണോ? എൻ്റെ വീട്ടിൽ തന്നെ പോയി നോക്കാം. അതെന്തോ ഒരു കൈ, അതാണ് റയ്യാൻ. എടാ റയ്യാനെ, നീ ഇവിടെ ഒളിച്ചിരിക്കണാ? അയ്യോ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. അയ്യോ അത് പിന്നെ സോറിടാ, ഞാൻ ഇച്ചിരി വിഷമിപ്പിച്ചു പോയി. സോറിയാ, ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയോ നിന്നെ കാണാതെ. നീ എന്നാലും എന്നൊന്നും ഞങ്ങൾ പിണങ്ങിപ്പോയി. ഞാൻ വിചാരിച്ച് നിന്നെ ആരെയും തട്ടിക്കൊണ്ടുപോയാ. പോട്ടറാ, ഇനി കുഴപ്പമില്ല. നമ്മളിനി ഫ്രണ്ട്സാണ്, നമ്മൾ ഒരിക്കലും ഇനി പിണങ്ങിപ്പോലും. ബെസ്റ്റ് ഫ്രണ്ട്സ്.